ഹായ് ഗൈസ്, ഇന്ന് നമുക്കൊരു പുതിയൊരു ചമ്മന്തി ആയാലോ. നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? നമ്മൾ വെജിറ്റബിൾ ഷോപ്സിലൊക്കെ പോകുമ്പോൾ മിക്കവാറും കാണാറുള്ളതാണ് അല്ലേ ഇത്. എന്തായത് നിങ്ങളവിടെ പറയാമെന്നറിയില്ല, ഞങ്ങളുടെ ഇവിടെ പറയുന്നത് ഇത് കൊഞ്ചുപൊടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ വെജിറ്റബിൾ കടയിൽ പോയപ്പോൾ എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞങ്ങളിത് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ മിക്കവാറും ഇത് മീൻ കിട്ടാത്ത ദിവസങ്ങളിലൊക്കെ ഈ ചമ്മന്തിൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തിൻ്റെ കൂടെ ആയിരുന്നാലും കഴിക്കും, കഞ്ഞിയുടെ കൂടെ ആയിരുന്നാലും. അടിപൊളിയാണിത്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനതങ്ങ് എടുത്തപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്കിനി ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. പിന്നെ നമുക്ക് ആവശ്യം ചിരിക്കിയ തേങ്ങയാണ്. ഞാനിവിടെ ഒരു 2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 കപ്പ് എടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് ഇത് കുറവാണല്ലോ, കൊഞ്ചുപൊടി കുറവാണല്ലോ. അപ്പം എനിക്ക് കുറച്ച് കൂടുതൽ കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്, നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് തേങ്ങ എടുത്താൽ മതി. പിന്നെ കുറച്ച് ചെറുള്ളി, ചെറിയ ജീരകം, മുളക് പൊടി. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇതിട്ടൊന്ന് വറുത്തെടുക്കാം. ഒന്ന് ചെറുതായി ചൂടാക്കി കിട്ടിയാൽ മതി. കാരണം നമുക്കൊന്ന് ചമ്മന്തി ആക്കാനല്ലേ. അപ്പോൾ പച്ചയ്ക്ക് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഒന്ന് ചെറുതായി ചൂടാക്കി എടുക്കുന്നതായിരിക്കും. നമുക്ക് ഉണങ്ങിയ ഒരു ജാർ എടുക്കുക. ആ ജാറിൽ വെള്ളത്തിൻ്റെ നനവ് മാക്സിമം ഉണ്ടാവരുത് കേട്ടോ. ആദ്യം ജാറിലോട്ട് തേങ്ങ ഇടുക, ഉള്ളി ഇടുക. നമ്മൾ ചെറുള്ളി ഇവിടെ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നല്ലോ. ചെറുള്ളി ഇടുക, പിന്നെ ചെറിയ ജീരകം ഇടുക. അതിനുശേഷം മുളക് പൊടി ഇടുക. അതിലോട്ട് നമ്മൾ തയ്യാറാക്കിയ കൊഞ്ചുപൊടി ആഡ് ചെയ്യുക. വറുത്ത കൊഞ്ചുപൊടി ചേർത്തതിന് ശേഷം അതിനാവശ്യത്തിന് ഉപ്പിടുക. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇടുക. മിക്സിയിലടിക്കുന്ന സമയത്ത് ഒരുമിച്ചതങ്ങ് ചെയ്യാതെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് ചെയ്ത് അടിച്ചെടുക്കുക. ഒന്ന് ഇടയ്ക്ക് നോക്കുക. നമ്മൾ അടിക്കുന്ന സമയത്ത് ഇതുപോലെ തേങ്ങ മേളിൽ കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ കിട്ടുന്ന രീതിയിൽ ഒന്നുകൂടി ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുക. ഇത് കൂടുതലങ്ങ് അടിഞ്ഞു പോവാനും പാടില്ല. കാരണം അറിയാമല്ലോ, ചമ്മന്തിയാണല്ലോ. അപ്പം അത് അതിൻ്റേതായ ഒരു രീതിക്ക് തന്നെ നമ്മൾ തോരനൊക്കെ റെഡിയാക്കുന്നത് പോലെ തന്നെ എന്ത് ചെയ്യുക, ചമ്മന്തിക്ക് ഈ ചമ്മന്തി റെഡിയാക്കുക. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് കഞ്ഞിയുടെ കൂടെ ആയിരുന്നാലും, സാമ്പാർ, പരിപ്പ് കറി, ഇതിൻ്റെ ഒഴിച്ച് കിട്ടാൻ ഇതിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഒരു പപ്പടവും കൂടെ കാച്ചി അങ്ങ് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. കുട്ടിയൊക്കെയായിരുന്നാലും നമ്മുടെ വീട്ടിൽ മുതിർന്നവരുണ്ടെങ്കിൽ അവർക്കും ഒക്കെ ഇഷ്ടപ്പെടും ഇത്. സോ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. കൂടാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് അയയ്ക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.